ഹായ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഹദ്ദാദങ്ങളെ മക്ബറ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് സലാലയിലെ ഇൻഫ്ലുവൻസറായ അൻസാർക്ക എൻ്റെ അടുത്തൊരു സംശയം പറയുകയും അങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സക്കാഫി ഉസ്താദിലേക്ക് എത്തുന്നത്. അങ്ങനെ ഉസ്താദുമായി ചോദിച്ചറിഞ്ഞ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഹദ്ദാദങ്ങളുടെ മക്ബറയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഹദ്ദാദങ്ങളുടെ മക്ബറ എന്നായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മുഹമ്മദ് ബിൻ അലി എന്ന മഹാനായ വ്യക്തിയുടേതാണ്. തെക്കൻ അറേബ്യൻ ദ്വീപുകളിലും പ്രത്യേകിച്ച് ദോഫാർ മേഖലയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആദരണീയനായ ഒരു ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയായും അദ്ദേഹത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ സ്ഥലം 12ാം നൂറ്റാണ്ടിലേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് മിർബാത്തിലെയും ദോഫാർ മേഖലയിലെയും ഏറ്റവും പഴക്കം ചെന്ന ഇസ്ലാമിക ലാൻഡ്മാർക്കുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചരിത്രങ്ങളെപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. രേഖപ്പെടുത്തിയതും രേഖകളില്ലാത്തതുമായ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഒരു ചരിത്രമാണ് ഇതും. ഒരുപക്ഷെ ഞാനടക്കം ചുരുക്കം ചിലരെങ്കിലും മിർബാത്തിലുള്ള മക്ബറ ഹദ്ദാദുകളുടെ മക്ബറ ആണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ യമനിലെ സൻബൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹദ്ദാദുകളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. സലാല ട്രാവൽസ് ക്ലബിലെ ഫാറൂഖിക്കാണ് ഉസ്താദിലേക്ക് എത്താൻ എന്നെ സഹായിച്ചത്. ഈ വീഡിയോ തിരുത്തി പറയാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.